എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? ഏറ്റവും നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ വീടുകൾ കയറുന്ന സമയത്തും പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്തും ഒക്കെ. ജനത്തെ സംബന്ധിച്ച് അവർക്കൊരു ചേഞ്ച് വേണമെന്നുള്ള ഒരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു. എന്റെ പൊന്നോ വേണ്ട, അവർക്കൊരു ചേഞ്ച് വേണമെന്നുള്ള ഒരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു. ഒരു അഖിൽമാരാർ തരംഗം തൃക്കാക്കരയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൈലന്റ് സൂചന എല്ലായിടത്തും നമുക്ക് കിട്ടുന്നുണ്ട്. അത് മേ ബി മാധ്യമങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. അഖിൽമാരാർക്ക് ഒരു വെല്ലുവിളി ആവോ? ഈ നാടാകെ അവന് വെല്ലുവിളിയാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വോട്ടേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വീടുകൾ കയറി ഇറങ്ങി ക്യാമ്പയിൻ ചെയ്തിട്ടാണ് ഞാൻ. ഒരുപക്ഷെ എന്റെ 5 കിലോ വരെ കുറഞ്ഞു. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. അതായത് ഞാൻ എല്ലാ ദിവസവും ഒരു 300 മുതൽ 400 വരെ വീട് കയറിയതിന് ശേഷമാണ് ഇന്നലെയും ഞാൻ അത്രയും 500-ലധികം വീടുകൾ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നൊക്കെ എനിക്ക്. ഞാൻ പ്രചരണത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്. എന്റെ സംഗതി നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. ഞാൻ പ്രചരണത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്. എവിടെ പോയാലും എന്റെ അടുത്ത് ദുഃഖമായിട്ട് വരുന്ന ഒരാൾക്ക് പൈസ കൊടുക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ, ഇനി കാണാൻ പോകുന്നത് ഹെവി പഞ്ചസ്.